തിരൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾ വിലസുന്നു. ബസ്സിൽ കയറുന്നതിനിടെ താനൂർ സ്വദേശിനിയുടെ മാല കവർന്നു. വിദഗ്ധമായി മുങ്ങിയ മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല. മോഷണം പതിവായിട്ടും ബസ് സ്റ്റാൻഡിൽ സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. CCTV ക്യാമറകളെല്ലാം നിശ്ചലം. തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്നതിനിടെ താനൂർ സ്വദേശിനിയുടെ 3.5 പവനിലധികം തൂക്കം വരുന്ന മാല കവർന്നു. വൈകിട്ടോടെയാണ് സംഭവം. പരപ്പനങ്ങാടി ഭാഗത്തേക്കുള്ള ബസ് കയറാനുള്ള തിരക്കിനിടയിൽ താനൂർ മൂലക്കൽ സ്വദേശിനി എടോളിപ്പറമ്പിൽ പത്മജിയുടെ മാലയാണ് മോഷ്ടിച്ചത്. കഴുത്തു നിന്ന് മാല പൊട്ടിച്ച് അതിവിദഗ്ധമായി മുങ്ങിയ മോഷ്ടാവിനെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഏറെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. കറുത്ത് നല്ല ഉയരമുള്ള ഒരു സ്ത്രീയാണ് മോഷ്ടിച്ചതെന്നും തിരക്കിനിടയിൽ കൂടുതൽ വ്യക്തമായില്ലെന്നും പത്മജ പറഞ്ഞു. പരപ്പനങ്ങാടി ബസ്സിലാണ് ഞാൻ കയറിയത്. കയറിയിട്ടില്ല ബസ്സിലേക്ക്. ഞാൻ കയറിയാണ്ട് കയറിയിട്ടുള്ളൂ. ഇരുന്ന പാടെ ഞാൻ കഴുത്തിൽ തപ്പിയത് കാണാനില്ല. കയറുന്ന സമയത്താണ് അവർ പൊട്ടിച്ചിരിക്കുന്നത്. അതറിയില്ല. മുൻഭാഗം കാണണ്ടേ, ബാക്കാണ് ഞാൻ കഴിഞ്ഞിട്ട് കണ്ടില്ലത്. അവർ ആ മുന്നിൽ കിടന്ന് തിരിഞ്ഞിട്ട് കയറാതെ ബാക്കിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ബാക്ക് ഭാഗമാണ് ഞാൻ കണ്ടത്. പെണ്ണാണ്. നല്ല ഹൈറ്റ് നല്ല തടിയൊക്കെ ഉള്ളൊരു പെണ്ണാണ്. തിരൂർ ബസ് സ്റ്റാൻഡ് മോഷ്ടാക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പച്ചാട്ടിനി സ്വദേശിനിയുടെ മാല ബസ്സിൽ നിന്നും കവർന്നത്. കൂടാതെ കാരത്തൂർ സ്വദേശിനിയുടെയും മാല ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് മോഷണം പോയത്. മോഷ്ടാക്കൾ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ച് വിലസുമ്പോഴും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായതൊന്നും ഒരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. CCTV ക്യാമറകൾ ബസ് സ്റ്റാൻഡിന്റെ 4 ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. രാത്രി 7 മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ഭയപ്പാടോടെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഒത്തിരി നേരം വൈകിട്ടൊക്കെ സ്റ്റാൻഡിൽ നിന്ന് പോകേണ്ട ആവശ്യം വരലുണ്ട്. അപ്പോഴൊക്കെ ഒട്ടും സുരക്ഷിതത്വമില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം തന്നെ ഒരു ചേച്ചിയുടെ മാല പൊട്ടിച്ചിട്ട് ആരോ ഓടിയിട്ടുണ്ട്. പക്ഷേ CCTV വർക്ക് ചെയ്യുന്നില്ല. ആരാന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിന് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതൊരാൾക്കും ഒരു അക്രമം കൂടാതെ ഈ സ്റ്റാൻഡിൽ നിന്ന് പോയി വരണമെന്നുണ്ടെങ്കിൽ ഈ CCTVൻ്റെ ഈ കേടുപാടുകളൊക്കെ തീർക്കാൻ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ഒരു നടപടി വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ തിരൂർ ബസ് സ്റ്റാൻഡിൽ ഒരു ചേച്ചിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഒരാൾ കടന്നു കളഞ്ഞു. അപ്പോൾ നമുക്ക് CCTVയുടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. CCTVയിൽ നോക്കിയിട്ട് നമുക്കതിനെ ശക്തമായിട്ടൊരു മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നമുക്ക് അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനെതിരായിട്ട് ഭരണാധികാരികൾ അതിന് ശക്തമായ ഒരു മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ ഈ CCTV വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതും മോഷ്ടാക്കൾക്ക് ഏറെ അനുഗ്രഹമായിരിക്കുകയാണ്. അതേസമയം മോഷ്ടാക്കളെ സഹായിക്കുന്ന സമീപനമാണ് ഇതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്.